ഫ്രാങ്കോ മസ്റ്റാൻറ്റുവാനോ റയൽ മാഡ്രിഡിലേക്ക് അതൊരു കിടിലൻ ഡീല് തന്നെയാണ് എന്നുള്ളതാണ് കേട്ടോ. 2014 ഏഞ്ചൽ ഡി മരിയ റയൽ മാഡ്രിഡ് വിട്ടതിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്, അതായത് ഏകദേശം 11 വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഒരു അർജന്റീനക്കാരൻ റയൽ മാഡ്രിഡിലേക്ക് വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. അത് ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം തന്നെയാണ്. സോ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടാന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു നമ്മുടെ ലിവർ പ്ലേറ്റ് എത്ര വരെ പോകും എന്ന്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോ ചെയ്യാം എന്നുള്ളതായിരുന്നു, കാരണം പെർഫോമൻസ് ലൈവായിട്ട് കാണാൻ പറ്റുമല്ലോ എന്നുള്ളതുകൊണ്ടാണ്. പക്ഷേ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ആളൊരു മിഡ്ഫീൽഡർ ആണെന്നുണ്ടെങ്കിലും മിഡ്ഫീൽഡ് അറ്റാക്കിംഗ് പൊസിഷനിലേക്കും ഒക്കെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു താരമാണ്. ഫ്രാങ്കോ ഇസ് എ ഗ്രേറ്റ് ഡീൽ, അതിലൊരു സംശയവും വേണ്ടി വരില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അജാതി പെർഫോമൻസ് ആണ്, യങ്ങാണ്. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാലത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു താരമായിരിക്കും. ആൻഡ് ഇത് ചിലപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് യോജിക്കോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഒരു ഫ്യൂച്ചർ നമ്പർ 10 പൊസിഷനിൽ റയൽ മാഡ്രിഡിൽ കാണാൻ സാധ്യതയുള്ള ഒരു താരം തന്നെയാണ്. കാരണം അത്രയും ക്രിയേറ്റീവായിട്ടും അത്രയും സ്പീഡും അതുപോലെ തന്നെ ഇപ്പോൾ ഫ്രീ കിക്സ് എടുക്കുന്ന കാര്യത്തിലായാലും ശരി, കൺവേർട്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ശരി, പാസുകളുടെ കാര്യത്തിലായാലും ശരി, എല്ലാം കൊണ്ടും ഹീ ഈസ് എ പൊളി സൈനിങ് തന്നെയാണ്, അതിലൊരു സംശയമില്ല. സോ ഇനി നിങ്ങളൊരു റയൽ മാഡ്രിഡ് ആരാധകനാണെന്നുണ്ടെങ്കിൽ ഇനി ആരെയും കൂടെയാണ് നിങ്ങളുടെ സ്ക്വാഡിലേക്ക് ഈ വർഷം വാങ്ങാൻ ആഗ്രഹിക്കുന്നത് എന്നും കൂടെ പറയുക. ആൻഡ് ഈ സൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു റേറ്റിംഗ് കൂടെ ഇടുക കേട്ടോ.